ഞാൻ ഈ പറയുന്ന പോലെ ധ്യാൻ എന്നറിയുന്ന ആള് സിനിമ ധ്യാൻ പറഞ്ഞൊരു ഷാഫിയുടെ ഒരു പ്രോഗ്രാമിൽ പോയി പറഞ്ഞ ഒരു പോയിന്റാണ്. അതുമായിട്ട് അജു വർഗീസ് പറഞ്ഞത് ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളേ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നറിയാം? എൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ ഇന്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞത് അല്ലേ? ഷാഫി പറമ്പിലെ ആ കോളേജ് ഫംഗ്ഷൻ പോയപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, അയ്യോ, ഞാനത് തമാശക്ക് അല്ല എങ്കിലും തമാശ അത് സീരിയസ് ആയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അല്ല, ഞാനത് അതൊന്ന് വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ യൂണിയൻ ഡേ ഫംഗ്ഷൻ, യൂണിയൻ ഇനോഗ്രേഷനാണ് ഞാൻ പോയത്. അപ്പോൾ ഷാഫി പറമ്പിൽ MLA സുഹൃത്തും കുറേ കാലമായിട്ട് എന്നെ വിളിക്കുന്ന, ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളി. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് അവിടെ വന്നപ്പം ഒരു സാഹചര്യം ഒത്തപ്പം ഞങ്ങൾ പോയി. അപ്പം സ്വാഭാവികമായിട്ടും കോളേജ് ഫംഗ്ഷനാണല്ലോ, അപ്പം നമുക്ക് പിള്ളേരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് സംസാരിക്കാം. പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ, ഞാൻ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര, ഞാൻ കുറേ കാലത്തിന് ശേഷം കോളേജ് പരിപാടിക്കൊക്കെ പോകുന്നത്, ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇവരൊന്നും എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമ എന്തായാലും കണ്ടിട്ട് കാണില്ല. ഈ സ്നേഹമൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കിട്ടിയൊരു ഒരു വെൽക്കമിങ്, അല്ലെങ്കിൽ അതെൻ്റെ ആണെന്നുള്ളത്. അപ്പം ഞാൻ അത് വളരെ ലൈറ്റായിട്ട് പറഞ്ഞ കാര്യം. അത് ഞാൻ സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ സിനിമ കാണരുതെന്നല്ല. April 11 ഏട്ടൻ്റെ പടം വർഷങ്ങൾക്ക് ശേഷം റിലീസാണ്. അത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പുറത്ത് എല്ലാവരും പോയി കാണുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സിനിമയുണ്ടെങ്കിലേ ഇൻ്റർവ്യൂ ഉള്ളൂ. കാരണം സിനിമയുടെ ഇൻ്റർവ്യൂവിനാണ്, പ്രൊമോഷനാണല്ലോ നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും.